45 പേരുടെ മരണത്തിനിടയാക്കിയ തേക്കടി ബോട്ട് ദുരന്തം അന്വേഷിച്ച ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ഈ മാസം 25-ന് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് ഇ മൊയ്തീൻ കുഞ്ഞാണ് അന്വേഷണം നടത്തിയത്. 2009 സെപ്റ്റംബർ 30-നാണ് KTDCയുടെ ജലകന്യക എന്ന ബോട്ട് തേക്കടി തടാകത്തിലെ മണക്കവലയിൽ മുങ്ങി 45 പേർ മരണമടഞ്ഞത്. ദുരന്തം നടന്ന് 14 മാസങ്ങൾക്ക് ശേഷമാണ് ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചത്. തേക്കടിയിലെ ബോട്ട് ദുരന്തത്തിന് ഇടയാക്കിയ സാഹചര്യങ്ങളും ഉത്തരവാദികളെയും കണ്ടെത്തുക, ഉത്തരവാദിത്വം നിജപ്പെടുത്തുക, ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് കമ്മീഷന്റെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ചും വ്യക്തിപരമായും 13 പേർ കമ്മീഷൻ മുമ്പാകെ നേരിട്ട് ഹാജരായി. KTDCയിലെയും ടൂറിസം വകുപ്പിലെയും 3 ഉദ്യോഗസ്ഥർ അഭിഭാഷകർ മുഖേനയാണ് വാദങ്ങളും തെളിവുകളും ഹാജരാക്കിയത്. റിപ്പോർട്ട് തയ്യാറാക്കാനായി 122 രേഖകൾ കമ്മീഷൻ തെളിവായി സ്വീകരിച്ചു. തേക്കടി, എറണാകുളം, കരുനാഗപ്പള്ളിയിലെ കമ്മീഷന്റെ ഓഫീസ് എന്നിവിടങ്ങളിൽ വെച്ച് നടത്തിയ 31 സിറ്റിംഗുകളിലായി 60 സാക്ഷികളെ വിസ്തരിച്ചു. ബോട്ടിന്റെ സാങ്കേതിക തകരാർ കണ്ടെത്തുന്നതിനായി വിവിധ തലങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെ എത്തിച്ച് പരിശോധനകൾ നടത്തി. തടാകത്തിലെ മണക്കവല ഭാഗത്ത് വെള്ളത്തിനടിയിലുള്ള മരക്കുറ്റികൾ അപകടത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ മുങ്ങൽ വിദഗ്ധരെ എത്തിച്ചും പരിശോധന നടത്തിയിരുന്നു. 11 മാസം കൊണ്ടാണ് അന്വേഷണം പൂർത്തിയാക്കി 232 പേജ് വരുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. തേക്കടി ദുരന്തത്തിന് ശേഷം കനാൽ നിയമങ്ങൾ ഭേദഗതി ചെയ്തെങ്കിലും ഇതിലില്ലാത്തതും അപകടങ്ങൾ ഒഴിവാക്കാൻ സ്വീകരിക്കേണ്ടതുമായ 22 പുതിയ നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് ജസ്റ്റിസ് ഇ മൊയ്തീൻ കുഞ്ഞ് പറഞ്ഞു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും മുൻപിലായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.